വെൽക്കം ബാക്ക്. മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഏഞ്ചൽസുമായിട്ടുള്ള എപ്പിസോഡുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ ഒരു ചാർട്ടൊക്കെ വരച്ച് കാണിച്ചു. എങ്ങനെയാണ് 3 സർക്കിള്, അതിനകത്ത് ആദ്യത്തെ സർക്കിളിനകത്ത് ത്രോൺ ഓഫ് ഗോഡ് വന്നു. അത് കഴിഞ്ഞിട്ടുള്ള നിയറസ്റ്റ് ആയിട്ടുള്ളിടത്ത് നമ്മൾ കണ്ടത് സറാഫീം, കെരൂബുകളും സാറാഫുകളും. ഇതാണ് നമ്മൾ പഠിച്ചത്. നിങ്ങളത് പഠിച്ചില്ലെങ്കിൽ, കണ്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. ഇനി അതിനകത്ത് തന്നെ ആ സർക്കിളിൽ തന്നെ ഉള്ളതാണ് ത്രോൺസ് എന്ന് പറയുന്നത്, സിംഹാസനം. ഇബ്രു ഭാഷയിലൊക്കെ പറയുന്നത് ത്രോണോസ് എന്നൊക്കെ പറയും. ഈ ത്രോണോസ് എന്നൊക്കെ പറയുന്നത് ഒരു ഹൈലി നോളജബിൾ ക്രീച്ചറാണ്. എന്നുവെച്ചാൽ ഒരുപാട് നോളജ്. നേരത്തെ ഞാൻ പറഞ്ഞു, കെരൂബിനെ കുറിച്ച് പറഞ്ഞു, അത് നോളജബിളാണ്. അതുപോലെ തന്നെ ത്രോൺസും നോളജബിളാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയാം, ത്രോണോസിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എലിവേറ്റഡ് സീറ്റ്, ഉയരമുള്ള സീറ്റ് എന്നൊക്കെയാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ആരാണ്? മറ്റുള്ള ഏഞ്ചൽസിന് വേണ്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ ദേ ആർ ദ കീപ്പേഴ്സ് ഓഫ് സെലസ്റ്റിയൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതാണ്. അവരാണ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും മറ്റുള്ള ഏഞ്ചൽസിന് കൊടുക്കുന്നത്. കെരൂബുകളും സാറാഫുകളും കൂടുതലും വർഷിപ്പിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന നോളജബിൾ ആണെങ്കിൽ കൂടി, എന്നാൽ ഇവിടെ കൂടുതൽ കാര്യങ്ങൾ എത്തിക്കുന്ന, മറ്റുള്ള ഏഞ്ചൽസിന് എത്തിക്കുന്നത് ഈ ത്രോൺസാണ്. ചെറിയൊരു റെഫറൻസ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒന്ന്, കൊലോസ്യർ 1:16. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറയുന്ന കാര്യത്തെ പറയുമ്പം അതുമായിട്ട് ചേർന്ന് പറയുന്നതാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, ഇവിടാണ് സിംഹാസനം എന്ന് പറയുന്നത്, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഈ ഏഞ്ചൽസ്, ത്രോൺസ് എന്ന് പറയുന്ന സിംഹാസനങ്ങൾ ഒരു ക്രീച്ചേഴ്സാണ്. നേരത്തെ പറഞ്ഞു, നോളജബിളാണ്. അങ്ങനെ ഒരു ബില്യൺസ് ഓഫ് ഏഞ്ചൽസ് ഉണ്ട്. അതായത് ഈ ഏഞ്ചൽസിനൊക്കെ തന്നെ പലപ്പോഴും ഈ നോളജ്, അറിവുകൾ പകരുന്നതും ഈ ത്രോൺസാണ്. ഇവരൊന്നും തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തെ പോലും കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അവരെ വേറെ രീതിയിൽ പറഞ്ഞാൽ ഏഞ്ചൽസ് ഓഫ് ഏഞ്ചൽസ്, ഏഞ്ചൽസിൻ്റെ ഏഞ്ചൽസ് എന്ന് പറയാം. കാരണം അറിവുള്ള ഏഞ്ചൽസാണ് അവർ. ഈ മറ്റുള്ള താഴോട്ടുള്ള ഏഞ്ചൽസിനൊക്കെ അറിവ് പകരുന്നവരാണ്. ഈ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ബൈബിളിൽ പറയുന്ന റെഫറൻസ് പറയുന്ന അനുസരിച്ച് ഈ ലൂസിഫർ, സാത്താന് 4/1 ഏഞ്ചൽസിനെ ഹെവനിലുള്ളായിരുന്നേ അവരെ ഡിസീവ് ചെയ്തു. നമ്മൾ ശ്രദ്ധിച്ചറിയാം, അവരെ ചതിച്ചു, വഞ്ചിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്? മോസ്റ്റ് ഓഫ് ദം നോട്ട് ഹാവിങ് ദ നോളജ് ഓഫ് ഗോഡ്. നോളജബിൾ അല്ലാതെ ഒരുപാട് ഏഞ്ചൽസ് ഉണ്ട്. കാരണം ഈ ത്രോൺസും കെരൂബിൽ നിന്നുമൊക്കെയാണ് നോളജ് വരുന്നത്. ഈ കെരൂബായിട്ടുള്ള ലൂസിഫർ ഈ പറഞ്ഞ പോലെ താഴെയുള്ള ഏഞ്ചൽസിന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോഴവർ കേൾക്കും എന്ന് പറഞ്ഞ പോലെ അവൻ ചതിച്ചു. ഈ ലൂസിഫർ വന്നിട്ട് താഴെയുള്ള ആളുകളോട് പറഞ്ഞത് അവർ വിശ്വസിച്ചു, ഏഞ്ചൽസ്. കാരണം നേരത്തെ അങ്ങനെയാണെന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ സാത്താൻ പറഞ്ഞതല്ല അവർ കേട്ടു. അതുകൊണ്ട് അവരെ വഞ്ചിച്ച് എടുത്തുകൊണ്ട് വരാനായിട്ട് സാത്താന് എളുപ്പമായിരുന്നു. ഇവരൊന്നും തന്നെ, ഈ ഏഞ്ചൽസ് ഒന്നും ദൈവത്തെ കണ്ടിട്ടില്ല. ഈ സാത്താൻ്റെ ഏഞ്ചലും അതുപോലെ തന്നെ ഈസി ടു ഡിസീവ്. അതുകൊണ്ട് സാത്താന് അവരെ ഡിസീവ് ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് അവരെ 4 ഭാഗത്തെ കൂട്ടി സാത്താന് അവിടുന്ന് ചാടാനായിട്ട് പറ്റിയെന്ന് കണ്ടു. ദേ ഹാവ് നെവർ സീൻ ഗോഡ്. അവർ ദൈവത്തെ ഒരിക്കലും കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ വിശുദ്ധി
വിശുദ്ധി എന്ന് പറയുന്നതാണ് നല്ലത്. ഗോഡ്ലിനെസ്, അതിൻ്റെ മിസ്റ്ററിയെക്കുറിച്ച് പറയുന്നൊരു വാക്യം ബൈബിളിലുണ്ട്. എന്തിനാ അത് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ദൂതന്മാർ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. ദൈവത്തിൻ്റെ മിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. 1 തിമോത്തിയോസ് 3:16 പൗലോസ് പറഞ്ഞിരിക്കുന്നതാണ്, ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. ദൈവഭക്തിയുടെ മർമ്മം വലിയതാണ്. അതിലിങ്ങനെ എഴുതിയേക്കുന്നത്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആരാണ്? ദൈവം. ഗോഡ് വാസ് ടു മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ്. അവൻ ദൈവത്തിൽ, യേശുവിനെ കുറിച്ച് പറയുന്നതാണ്, ദൈവത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ഈ ജസ്റ്റിഫൈഡ് ഇൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഉപരിയായിട്ട് കുറച്ചും കൂടെ ബെറ്റർ വേർഡ്, അത് അപ്രൂവ്ഡ് ബൈ ദ സ്പിരിറ്റ്, ആത്മാവ് അംഗീകരിച്ചു. അവിടെ പറയുന്നു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, സീൻ ഏഞ്ചൽസ്. കാരണം ഏഞ്ചൽസ് ദൈവത്തെ കണ്ടിരുന്നില്ല. യേശുവിനെ കണ്ടപ്പോഴാണ് ദൈവത്തെ അവർക്ക് മനസ്സിലായി. ഏഞ്ചൽസ് ഹാസ് നെവർ സീൻ ഹിം. അതായത് ഏഞ്ചൽസ് ദൈവത്തെ കണ്ടത് യേശു ഇൻകാർണേറ്റ് ചെയ്ത സമയത്താണ്. യേശുവിൽ കൂടിയാണ് ദൈവത്തെക്കുറിച്ച് ആർക്കാ? ഏഞ്ചൽസിന് പറയാൻ പറ്റുന്ന. എസെക്കിയേല് വീൽസ്, ചാരിയറ്റ്, ത്രോൺ ഓഫ് ഗോഡിന് ചുറ്റും കണ്ടതായിട്ട് നമ്മൾ നേരത്തെ വായിച്ചായിരുന്നു. എസെക്കിയേൽ പ്രവചനത്തിലെ ഭാഗം നമ്മൾ വായിച്ചായിരുന്നല്ലോ. അപ്പോഴവിടെ ഇവർ മോസ്റ്റ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്ന് നമുക്ക് കാണാം. അവർക്ക് ഈ ഏഞ്ചൽസിനെ പഠിപ്പിച്ചെന്ന് വെച്ചാൽ ദൂത് കൊടുത്ത് വിടുന്ന ഉത്തരവാദിത്വം അവർക്കുണ്ട്. ഈ ത്രോൺസ് ത്രോൺ ഓഫ് ഗോഡിന് ചുറ്റും വീൽസ്, ചാരിയറ്റ്സ് അറൗണ്ട് ത്രോൺ ഓഫ് ഗോഡ് കണ്ടതായിട്ട് കാണുന്നുണ്ട്. ഈ ഗ്രൂപ്പ് ത്രോൺസ് എന്ന് പറയുന്ന സിംഹാസനങ്ങൾ എന്ന് പറയുന്ന ക്രീച്ചേഴ്സ്, ദേ ആർ വെരി ഇൻ്റലിജന്റ്. അതിൻ്റെ ഫസ്റ്റ് ഹൈറാർക്കി അവസാനിച്ചു. രണ്ടാമത്തെ ഹൈറാർക്കി എന്ന് പറയുന്നത് അതിനകത്ത് കാണുന്നത്, ഒന്ന് ഡൊമിനിയൻ ആണ്, ആധിപത്യം. ഈ ആധിപത്യം എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ വായിച്ച ഭാഗത്തിനകത്ത്, നേരത്തെ കൊലോസ്യർ 1:16 പറയുന്നുണ്ട്, സകല ആധിപത്യവും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു, അവന് മൂലം അവനാലും ഉണ്ടാക്കി. ഈ ആധിപത്യം അതെന്താണ്? ഡിസൈഡ്സ് ദ ഫെയിലിയർ ആൻഡ് സക്സസ് ഓഫ് നേഷൻ. ഒരു രാഷ്ട്രത്തിൻ്റെ വിജയവും അതുപോലെ തോൽവിയും എല്ലാം ഈ ആധിപത്യത്തിൻ്റെ കീഴിലാണ്. അവൻ്റെ വലങ്കയിൽ നിന്ന് ഈ ആധിപത്യം എന്ന് പറയുന്ന ക്രീച്ചറിൻ്റെ വലങ്കയിൽ ഒരു സ്വർണ്ണ സ്റ്റാഫ് ഉണ്ട്, ഇടങ്കയിൽ ഒരു ദൈവത്തിൻ്റെ സീലുണ്ട്, സീൽ ഓഫ് ഗോഡ്. പെട്ടെന്ന് പറഞ്ഞു പോട്ടെ, സെക്കൻഡ് ഹൈറാർക്കിയിൽ തന്നെ ഉള്ളതാണ് വെർച്യൂസ്, സൽഗുണങ്ങൾ. ബ്രില്യൻ്റ് എന്നോ ഷൈനിങ് ഉണ്ടെന്നോ ഒക്കെയാണ് അതിൻ്റെ മീനിങ്. വെർച്യൂസ് അത് ദേ ആർ ദ ഏഞ്ചൽസ് ഓഫ് മിറക്കിൾസ്, എൻകറേജ്മെൻ്റ് ആൻഡ് പവർ. അത്ഭുതങ്ങൾ നടത്തുന്നതും അതുപോലെ ശക്തി തരുന്നതും നമ്മളെ നമുക്ക് പ്രോത്സാഹനം തരുന്നതുമായിട്ടുള്ള ഒരു ഏഞ്ചലാണ്. സ്വർഗത്തിൽ തന്നെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് എഫേസ്യർ 1:21. ഇവിടെ എല്ലാം തന്നെ ഈ വിർച്യൂസ്, ബ്രില്യൻ്റ് ആൻഡ് ഷൈനിങ് വണ്ണിനെ കുറിച്ച് റെഫർ ചെയ്യുന്നു. വലിയ ക്രുസൈഡുകൾ, വലിയ മീറ്റിങ്ങുകൾ നടക്കുമ്പോഴേ അവിടെ ദൂതന്മാരുടെ പ്രവർത്തനം നടത്തുന്നത് ഈ വിർച്യൂസാണ്. അവരാണ് അനുഗ്രഹങ്ങളെ കൊണ്ടുവരേണ്ടത്. അവരാണ് റെസ്പോൺസിബിൾ ഫോർ ബ്ലെസ്സിങ്. ഏലിജായെ സഹായിച്ചത് വെർച്യൂസാണ്. യേശുക്രിസ്തു പ്രാർത്ഥിച്ചു, എൻകറേജ്ഡ് ബൈ ഏഞ്ചൽസ്. അതായത് ഹയറാർക്കിയിൽ കൂടുതലാണെങ്കിൽ കൂടിയും ആ സമയത്ത് അവരിറങ്ങി പവറും എൻകറേജ്മെൻറ്റും തരുന്നു.
ദേ ആർ റെസ്പോൺസിബിൾ ഫോർ മൂവ്മെൻറ്റ് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്. ഉയരത്തിലെ സെലസ്റ്റിയൽ ബോഡീസ്, ഭൂഗോളങ്ങൾ മൂവ് ചെയ്യുന്നതും ഒക്കെ അവരുടെ കൺട്രോളിലാണ്. അവരാണ് മിറക്കിൾസൊക്കെ ഈ ലോകത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില വലിയ മിറക്കിൾ ഒക്കെ നടക്കുന്നത് ഈ വെർച്യൂസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ടാണ്. അതുകൊണ്ട് ഓർക്കുക, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു, നമുക്ക് വേണ്ട ശക്തി തരുന്നു, വേണ്ടതായിട്ടുള്ള മിറക്കിൾ തരുന്നു, ലോകത്തെ മുഴുവൻ സെലസ്റ്റിയൽ ബോഡീസിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് കാണുന്നു. ആ ഹൈറാർക്കിയിൽ തന്നെ ഉള്ളതാണ് പവേഴ്സ്. പവേഴ്സ് എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഓർഡർ ഇൻ ഹെവൻ ആൻഡ് എർത്ത്. അവരാണ് സ്വർഗത്തിലും ഭൂമിയിലും എല്ലാം ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും ഡെമോണിക് അറ്റാക്ക് ഏതെങ്കിലും സ്പിരിച്വൽ തലത്തിൽ വരുമ്പോൾ അവർ വാച്ച് ചെയ്യുന്നു. അത് ലോകത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഡെമോണിക് അറ്റാക്ക് അവർ ഈ ഡീമോൺസിൻ്റെ ഇൻഫിൽട്രേഷൻ പലപ്പോഴും ഉണ്ടാവും. അവർ ഈ ലോകത്തിലേക്ക് നുഴഞ്ഞു കയറി കമ്മ്യൂണിറ്റിയെ വരെ പിടിച്ചുകൊണ്ട് പോകുന്ന, കമ്മ്യൂണിറ്റിയെ വരെ കൊണ്ടുപോകുന്ന, ചില തീരാരോഗങ്ങൾ കമ്മ്യൂണിറ്റി വരുന്ന, അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ ദേ വാച്ച് ദ യൂണിവേഴ്സ്. അവർ ലോകത്തെ മുഴുവൻ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഈവൻ ചേഞ്ച് ഓഫ് പ്ലാനറ്റ്, ഇങ്ങനെയുള്ള കോസ്മോസ്, അതുപോലെ ഡിഫറെൻറ്റ് വെതേഴ്സ്, നമുക്കറിയാമല്ലോ മഴ സീസൺസ് വരുന്ന വെതേഴ്സും ഒക്കെ വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഇവർ കൺട്രോൾ ചെയ്യുന്നൊരു കാര്യമാണ്. ആരാണ്? പവേഴ്സ് എന്ന് പറയുന്നത്, അധികാരം. അതൊരു ക്രീച്ചറാണ് പവേഴ്സ് എന്ന് പറയുന്നത്. എഫേസ്യർ 3:10 ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എന്ന് പറയുന്നൊരു വേർഡുണ്ട്. വാഴ്ചകൾക്കും അധികാരങ്ങൾക്ക്. സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങളെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സാണ്. അതിൽ ഈ കാര്യങ്ങൾ അവർ ഡിസൈഡ് ചെയ്യുന്നു, മെയിൻറ്റെയിനിങ് ഓർഡർ. കാരണം സ്പിരിച്വൽ തലത്തിൽ ഡെമോണിക് അറ്റാക്കുകൾ, ഡീമൺസ് കൊണ്ടുവരുമ്പോൾ, ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുമ്പോൾ, ഈ യൂണിവേഴ്സ് പല രീതിയിൽ തകർക്കാനായിട്ട് നോക്കുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന പവേഴ്സാണ്. സെക്കൻഡ് ഹൈറാർക്കി കഴിഞ്ഞു, ഇനി മൂന്നാമത്തെ തേർഡ് ഹൈറാർക്കിയിലേക്ക് കയറുകയാണ്. അത് നമുക്ക് തേർഡ് ഹൈറാർക്കി പ്രധാനമാണ്. ബിക്കോസ് ദേ ആർ ദ ലോവസ്റ്റ് ഏഞ്ചൽസ്. ഏറ്റവും ലോവസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളോട് ഏറ്റവും അടുത്തിരിക്കുന്ന, ദൈവത്തിൽ നിന്ന് കുറേ ദൂരം നിൽക്കുന്ന ആ സെലസ്റ്റിയൽ റലത്തിനകത്തുള്ള ലോവസ്റ്റ് ഏഞ്ചൽസാണ് ഇത്. റാങ്കിങ് നോക്കുമ്പോൾ ക്ലോസർ ടു മാൻ, മനുഷ്യനുമായിട്ട് ഏറ്റവും അടുത്തുള്ളതാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അവർക്ക് 3 എന്നാൽ അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ കൂടി തന്നെയും അവർക്ക് ദൈവത്തിൻ്റെ ത്രോണിൻ്റെ അങ്ങോട്ട് പോകാം. ദിസ് എ സെലസ്റ്റിയൽ തിങ്. അവർ ദൈവത്തിന് ഒരിക്കലോട്ട് പോകാൻ പറ്റത്തില്ല എന്നല്ല, ദേ ക്യാൻ ഗോ അപ് ടു ദ ത്രോൺ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ത്രോണിൻ്റെ അരികിലേക്ക് പോകാം. കാരണം വെച്ചാൽ മറ്റുള്ള ഹൈറാർക്കിയിലുള്ള നേരത്തെ നമ്മൾ സംസാരിച്ച ത്രോൺസും ഒക്കെ നോളജ് കൊടുക്കുന്നവർക്കാണ്. അതായത് അവർക്ക് അവിടെ പോവാം, നോളജ് ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്യാം. അവർക്ക് പ്രധാനമായിട്ട് 3 മിഷനാണുള്ളത്, 3-fold മിഷനാണ് അവർക്കുള്ളത്. ഒന്ന്, സൈറ്റൻ്റെയും അതുപോലെ ഡീമൺസിൻ്റെയും ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. സൈറ്റൻസിനെയും ഡീമൺസിനെയും ഡിഫെൻഡ് ചെയ്യുക. രണ്ടാമത്, നമ്മൾക്ക് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുക. എവരാണ് അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തുന്നത്? മേരിയുടെ ഒരിക്കൽ വന്ന് അനൗൺസ് ചെയ്തു, യോസഫിനെ ഒരിക്കൽ വന്ന് അനൗൺസ് ചെയ്തു, ഗബ്രിയേൽ ദൂതൻ വന്ന് അനൗൺസ് ചെയ്തു. ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. ദൈവത്തിൻ്റെ പ്ലാനെല്ലാം അനൗൺസ് ചെയ്യുന്ന ഇവരാണ്. ഇതുപോലെ തന്നെ നമ്മളെ അപ്പോക്രിഫ ബൈബിളിൽ ഉള്ള ഒരു ദൂതനാണ് റാഫേൽ എന്ന് പറയുന്നത്. റാഫേൽ എന്ന് പറയുന്ന ദൂതനെ ശരിക്കും 66 പുസ്തകങ്ങളുള്ള ബൈബിളിൽ കാണാനായിട്ടില്ല. ഇത് അപ്പോക്രിഫയിൽ പറയുന്ന ഒരു ദൂതനാണ് റാഫേൽ എന്ന് പറയുന്നത്. ആ റാഫേൽ കുറച്ചുകൂടെ ഹീലിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ദൂതനാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അത് തേർഡ് ഹൈറാർക്കിയിലുള്ളതാണ്, മനുഷ്യരെ സഹായിക്കാനായിട്ടുള്ള ദൂതനാണ്. വീണ്ടും ചാർട്ടിലേക്ക് നമ്മൾ നോക്കി, അതിനകത്ത് 3 കാര്യമാണ് ഉള്ളത്. ഒന്ന്, പ്രിൻസിപ്പാലിറ്റീസ്. 2, ആർക്കേഞ്ചൽസ്. 3, ഗാർഡിയൻ ഏഞ്ചൽസ്. പ്രിൻസിപ്പാലിറ്റീസ്, ആർക്കേഞ്ചൽസ്, ഗാർഡിയൻ ഏഞ്ചൽസ് 3 എണ്ണമാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. പ്രിൻസിപ്പാലിറ്റീസ് എന്ന് പറയുന്നത് ദേ ആർ ദ ലീഗലിസ്റ്റിക് ബീയിങ്. അവർ നിയമപരമായി ഉള്ള ഒരു ക്രീച്ചേഴ്സാണ്. അവർ ലീഡേഴ്സ് ഓഫ് ദ വേൾഡാണ്.
എന്ന് പറഞ്ഞാൽ അധികാരത്തെ, ലോകത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവരെ വിളിച്ചിരിക്കുകയാണ്. ലോകത്തെ മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. ചില വാക്യങ്ങൾ ഇതുമായിട്ട് റെഫർ ചെയ്ത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നേരത്തെ വായിച്ചാണ് കൊലോസ്യർ 1:15. അതിനകത്ത് ആ വേർഡ് ഉണ്ട്, പ്രിൻസിപ്പാലിറ്റീസ്. കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, ഇതെല്ലാം ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. കൊലോസ്യർ 1:15. റോമർ 8:38 പറയുന്നുണ്ട്, വാഴ്ചകൾക്കോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ, ആഴത്തിനോ. ഇത് പറയുന്ന കാര്യം, ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് റെഫർ ചെയ്യുന്നൊരു ഭാഗമാണ് അത്. നേരത്തെ അതുപോലെ വായിച്ചാണ് എഫേസ്യർ 3:10 വാക്യം നേരത്തെ വായിച്ചാണ്. അവിടെയും പ്രിൻസിപ്പാലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവരെല്ലാം തന്നെ ഈ പ്രിൻസിപ്പാലിറ്റീസ്, ദേ ആർ മെൻഷൻഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലീഡേഴ്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിലുള്ള ലീഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. നമുക്കറിയാം, ഇത് ടെറിട്ടറിയുടെ രാജാവാണ് ഈ പ്രിൻസിപ്പാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഈ എഫേസ്യർ 6:12 പഠിക്കുമ്പോൾ പ്രിൻസിപ്പാലിറ്റിയെ കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ദേ ആർ സ്പിരിച്വൽ ജനറൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ്, ഈ ഫോളൻ ഏഞ്ചൽസിൻ്റെ തന്നെ നമ്മളത് പഠിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞാണ്, ഹയർ റാങ്കിങ് ഉള്ള ഏഞ്ചൽസ് പോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ഏരിയകളെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒന്നാണ് സ്പിരിച്വൽ ജനറൽസ് എന്ന് പറഞ്ഞ്. അത് ഈ സ്പിരിച്വൽ വാർഫെയറിലും ഇവർക്ക് ഒരുപാട് അതോറിറ്റി ഉണ്ട് ഈ പ്രിൻസിപ്പാലിറ്റീസിന്. റാങ്ക്, നേരത്തെ പറഞ്ഞ പോലെ റാങ്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്പിരിച്വൽ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്. കെരൂബ് ഒരിക്കലും ഫൈറ്റ് ചെയ്യാനായിട്ട് വരുന്നതായിട്ട് കാണുന്നില്ല, നമ്മളെങ്ങും കാണുന്നില്ല. മൈക്കിളാണ് സ്വർഗത്തിൽ ലൂസിഫറിനെ ജയിച്ചതായിട്ട് കാണുന്നത്. എന്നാൽ ഭൂമിയിൽ അവൻ മോശയുടെ ശരീരത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ കർത്താവ് നിന്നെ ഫലിക്കട്ടെ എന്ന് പറയുന്നുണ്ട്, അല്ലേ? മോശയുടെ ശരീരത്തിന് വേണ്ടി അവൻ ഫൈറ്റ് ചെയ്തു. അതിലെന്താ കാര്യം എന്ന് വെച്ചാൽ, സ്വർഗത്തിൽ അവൻ ജയിച്ചു, ഭൂമിയിൽ വന്നപ്പം ജയിക്കാൻ പറ്റുന്നില്ല. എന്താണ് കാര്യം? ലൊക്കേഷൻ മാറ്റേഴ്സ്. സാത്താൻ ഈ ലോകത്തിലെ ദൈവമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. സാത്താൻ ഈസ് കാൾഡ് ആസ് എ ലോർഡ് ഓഫ് ദ വേൾഡ്. അതുകൊണ്ട് ഈ ലോകത്തിലെ ദൈവമായ സാത്താന് അവനെ ജയിക്കാനായിട്ട് പറ്റിയവല്ലാപ്പോഴാണ് അവന് യേശുവിൻ്റെ നാമം വിളിച്ചപ്പോൾ പിശാചിട്ടിട്ട് പോയി മൈക്കിള്. യേശു അവനെ ഫലിക്കട്ടെ, കർത്താവിനെ ഫലിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേ പിശാചിട്ട് പോയി. ഈ ശരീരം അങ്ങനെ മൈക്കിള് കൊണ്ടുപോയി എന്നാണ് നമ്മൾ വിശ്വസിക്കുക. അന്നേരം നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ടൊരു സെറാഫീം എന്നവൻ്റെ ബോഡി എടുത്തുകൊണ്ട് പോയില്ല എന്നുള്ള, അല്ലേ? എന്നാൽ ഇവിടെ ആർക്കേഞ്ചലാണ് വരുന്നത്. ആർക്കേഞ്ചൽ വന്നാണ് അവൻ്റെ ശരീരത്തിന്, കാരണം വെച്ചാൽ ആർക്കേഞ്ചൽ ഈസ് ഈസിയർ, ഇറ്റ് ഈസ് ആക്സസ് ടു എർത്തിന് അടുത്താണ്. അതുപോലെ തന്നെ ഡാനിയൽ 10 ഇതുപോലെ തന്നെയാണ്. ഡാനിയൽ 10 ഗബ്രിയേൽ ഡാനിയലിൻ്റെ ഒരിക്കൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രിൻസ് ഓഫ് പേർഷ്യ അവിടെ അവനെ പിടിച്ചു വെക്കുന്നു 21 ദിവസം. പിന്നെ മൈക്കിൾ വരുന്നു. മൈക്കിൾ വന്ന് അന്നേരം അവിടെ കെരൂബുകളെയും സാറാഫിനെ ഒന്നും വിളിച്ചില്ല. മൈക്കിളാണ് യുദ്ധത്തിന് വരുന്നത്. ദാനിയേലിനെ അറിയുമ്പോൾ മൈക്കിള് മേളിൽ നിൽക്കുകയും ഗബ്രിയേൽ വന്നിട്ട് അറിയിക്കുകയും ചെയ്യാറ്. ഞാനത് പെട്ടെന്ന് ഇതിനകത്ത് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആർക്കേഞ്ചൽസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ഇതിനകത്ത് ആർക്കേഞ്ചൽസ് ലീഡർ എമംഗ് ദ ഏഞ്ചൽസിലെ ലീഡറാണ്. പക്ഷേ ഈ ഏഞ്ചൽസ് നമ്മളെ സഹായിക്കുന്ന ഏഞ്ചൽസിൻ്റെ ലീഡറാണ്. മിനി ഏഞ്ചൽസ് എല്ലാം, ഈ ഏഞ്ചൽസിനെ എല്ലാം, ഈ ചെറിയ ഏഞ്ചൽസിനെ എല്ലാം ലീഡ് ചെയ്യുന്നത് ആർക്കേഞ്ചലാണ്. ഈ വാറിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് റാങ്കിങ് ആയിട്ടുള്ള ഏഞ്ചൽ എന്ന് പറയുന്ന മൈക്കിളാണ്. അതായത് ഈ മൈക്കിള്, ഈ ആളുകൾ പലപ്പോഴും ഈ മൈക്കിളിനെയൊക്കെ വിഷനിൽ കാണുന്നതായിട്ടൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാറിനകത്ത് എപ്പോഴും കാണുന്ന മൈക്കിളാണ്. വെളിപ്പാട് ദിവസം 12:7 അവിടെ മൈക്കിള് അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, 12:7 എന്ന് കാണുന്നുണ്ട്. മൈക്കിളും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തൻ്റെ ദൂതന്മാരും മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ല താൻ. അതുകൊണ്ട് യുദ്ധത്തിന് മുമ്പിൽ നിൽക്കുന്നത് മൈക്കിളാണ്. മൈക്കിള് യുദ്ധം ചെയ്യുന്നതായിട്ട് കാണുന്നു. നേരത്തെ പറഞ്ഞാണ് അവന് മോശയുടെ ശരീരത്തിന് വേണ്ടി ആർഗ്യൂ ചെയ്തതായിട്ട് കാണുന്നു. ഈ എൻഡ് ടൈംസിൽ അവൻ്റെ ശുശ്രൂഷ വളരെ പ്രധാനമാണ്. യേശുക്രിസ്തു തിരിച്ചു വരുമ്പോഴും ഈ ആർക്കേഞ്ചൽ മൈക്കിള് അവനോട് കൂടെ ഉണ്ട്. അവരാണ് മാർച്ച് ലീഡ് ചെയ്യുന്നതായിട്ട് കാണാം. 1 തെസ്സലോനിക്കർ 4:16 ദൂതൻ്റെ കാഹളനാദവും മഹാദൂതന് കാഹളം ഊതുന്നതും
ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ 1 തെസ്സലോനിക്കർ 4:14 പറയുന്നുണ്ട്. റപ്ചറിൻ്റെ പിക്ചറിലും അതാണ് കാണുന്നത്. കോട്ട് അപ്പ് ടു ഹെവൻ, 7 വർഷം നമ്മളെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ, കർത്താവിൽ വിശ്വസിച്ചവരൊക്കെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞ് കർത്താവ് വീണ്ടും വരുന്നു. വീണ്ടും വരുമ്പോഴും അർമ്മോൻ യുദ്ധത്തിന് വേണ്ടി വരുമ്പോഴും മൈക്കിൾ അവിടെ കാണുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. 16-ാം അധ്യായത്തിൽ നമ്മളെ കാണുന്നു. എൻ്റെ സമയം ഇവിടെ തീർന്നുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഈ മൈക്കിളും ഗബ്രിയേലും ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാം. ആ സമയത്തെല്ലാം ആർക്കേഞ്ചലിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. അത് ഞാൻ 3ാമത്തെ ഹൈറാർക്കിയിൽ പറഞ്ഞ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് ആർക്കേഞ്ചൽസ് ഇത്രേ പറഞ്ഞുള്ളൂ. സമയമില്ലാത്തതുകൊണ്ട് അവിടെ വരെ ഞാൻ അവസാനിപ്പിച്ചു. ഇനി നമുക്ക് അതിനകത്ത് ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട്. അതുപോലെ തന്നെ പല ഈ ഏഞ്ചൽസിനെ കുറിച്ച് പല ട്രഡീഷണൽ ആയിട്ടുള്ള ചില വിശ്വാസങ്ങൾ കൂടിയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയാം. അത് കഴിഞ്ഞിട്ട് അതിനോട് ചേർന്ന് തന്നെ ഈ ഏഞ്ചൽസിനെ ഏത് രീതിയിലാണ് നമ്മൾ ലോക്ക് ചെയ്യുക അൺലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നതെന്നുള്ളതും ഒക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. ഞാൻ ഇതൊരു ഒരു സ്റ്റോറി പോലെ, ഒരു കഥ പോലെ നിങ്ങൾ കേട്ടോണ്ടിരുന്നല്ലോ. ഞാൻ പറയും ഇതെല്ലാം ഉള്ള കാര്യങ്ങളാണ്. ഇത് വെറുതെ നമ്മളൊരു ഒരു ഫിക്ഷൻ പറയുന്ന പോലെയല്ല. ഇതെല്ലാം ബൈബിളിലെ റെഫറൻസ് ഉണ്ട്. ഇതെല്ലാം ആത്മീയമായിട്ടുള്ള മർമ്മങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഈ ആത്മീയമായിട്ടുള്ള മർമ്മങ്ങൾ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് അത് ഉപയോഗിക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ കൃപകളാൽ അവരെ നിറയ്ക്കണം കർത്താവേ. ഞങ്ങൾ ഈ ഏഞ്ചൽസിനെ കുറിച്ച് പഠിക്കുന്ന വെറുതെ ഒന്നുമല്ല, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനമായി തീരത്തക്ക രീതിയിൽ കർത്താവ് ഇന്ന് പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്യണം. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ വിടുതൽ കർത്താവെ, ഏഞ്ചൽസ് കൂടി വരുവാൻ ഈ ദിവസങ്ങൾ കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. തീർച്ചയായും ഇത് കാണണം, തുടർമാനമായി കാണുക. ഒരു 2-3 എപ്പിസോഡിൽ ഇത് തീരുമെന്ന് വിചാരിക്കുന്നു. കാരണം ഏഞ്ചൽസിൻ്റെ കുറേ റോൾസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഇനിയും പറയാനായിട്ടുണ്ട്. അപ്പോഴേ ഇത് ഒരു അടുത്ത അറ്റ്ലീസ്റ്റ് ഒരു 2 എപ്പിസോഡെങ്കിലും എടുക്കും തീരാൻ. ദൈവം നമ്മളെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പഠിക്കാനായിട്ട് ദൈവം നമ്മളെ ഇടവരുത്തട്ടെ. ഇതൊരു നല്ലൊരു ടീച്ചിങ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഒരു പുതിയ ഐഡിയ ആണ്. ഇത് ഇനിയും ഇത് കൂടുതൽ നമ്മളെ നടത്തും, അനുഗ്രഹിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇത് ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രെയർ റിക്വസ്റ്റുകൾ അയച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.